അർജുനെ കാണുമ്പോഴേ രോമാഞ്ചാണ്. ഇവർ ചേച്ചി വന്നിരുന്നപ്പോ നമ്മളീ സ്കൂളിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറുണ്ടാക്കുന്ന ചട്ടമ്പി പിള്ളേരില്ല, അതുപോലെ എനിക്ക് തോന്നി. സെറ്റിൽ എങ്ങനെയായിരുന്നു ഇവര്? അതുപോലെ തന്നെ ഇത് തന്നെ പരിപാടി. പ്രകാരം രണ്ടാമത് കെട്ടാൻ പാടില്ല എന്നാണ്. അല്ലെങ്കിൽ ആള് കിട്ടിയേനെ. എനിക്ക് ശരിക്കും പറഞ്ഞ ഇങ്ങോട്ട് മാത്രം ചോദിച്ചാൽ കൊണ്ടാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അടുത്തടുത്ത് നായകനാകുന്ന സിനിമകൾ എങ്ങനെ നോക്കി കാണുന്നു അർജുൻ ആ വളർച്ച? ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്തേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. 2018 നോക്കുകയാണെങ്കിൽ 24 ഞാൻ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചതിനപ്പുറം ഞാൻ നിൽക്കുന്നുണ്ട്. അർജുന്റെ സിനിമയാണോ പറഞ്ഞ? അതെ, അർജുന്റെ സിനിമ. എന്ത് നല്ലതായിട്ട് അവനിപ്പോ ചെയ്യുന്നേ, എന്ത് രസമായിട്ട് അവനിപ്പോ അഭിനയിക്കുന്നത്. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോ നമുക്ക് വീട്ടിൽ നിന്ന് മട്ടൻ ബിരിയാണി അത് നൈസായിട്ട് ജോർജേട്ടൻ കിട്ടും ആളാണ്. വില്ലേജ് കഴിക്കില്ല. മമ്മിക്ക് മമ്മൂക്കയുടെ ലുക്കാണ് ചെന്ന് പടത്തില്. അതില് ഞാൻ വീണ് പാറ്റായി. ഞാൻ അപ്പൊ തന്നെ നോക്കി. ഞങ്ങക്ക് ഏറ്റവും ഭാഗ്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആ പടം കളറിൽ കാണാൻ പറ്റി. ആണോ? ഷൂട്ട് ഞാനാണോ? നമസ്കാരം, കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കമലഹാസൻ്റെ ഗുണ എന്ന മൂവിയിലെ കൺമണി അൻപോട് എന്ന് പറയാത്ത ഒരാൾക്കാർ പോലും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം നമ്മൾ തിരിച്ച് അൻപോട് കൺമണി എന്ന് പറഞ്ഞ് എന്നോട് 3 പേര് ചേർന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കാം. അൻപോട് കൺമണി നമ്മളോടൊപ്പം ചേരുന്നത് പാറുചേച്ചി, അർജു, അനക്ക. വെൽക്കം. താങ്ക് യു. അയ്യോ, 3 നേരം കൂടെ താങ്ക് യു. ശരിക്കും ചേച്ചി, നമ്മളെപ്പോഴും ആ പാട്ട് അല്ലെങ്കിൽ ആ ഒരു വരി സാറിന്റെ ശബ്ദത്തിൽ പറഞ്ഞു നോക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എന്താണ് നിങ്ങളുടെ അൻപോട് കൺമണി? നമ്മൾ കാത്തിരിക്കുന്ന കൺമണിയാണ് അൻപോട് കൺമണി. ഞങ്ങള് ആഗ്രഹിച്ച് വീട്ടിലേക്ക് പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് പലതരത്തിലുള്ള പ്രാർത്ഥനകൾ മുഴുകി വീട്ടിലേക്ക് ക്ഷണിക്കുന്ന, ആഗ്രഹിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളുടെ കൺമണി. നിങ്ങളുടെ കൺമണിയാണോ ഇത്? ഞാനും ആവാം. പുതിയൊരു കൺമണി. ഇതൊരു കൺമണിയാണ്. വേറെ കൺമണിമാരുണ്ട്. ഇത് അൻപോട് വന്ന കൺമണി. പിന്നെ ഒരു കൺമണിയും കൂടെ നമുക്ക് വേണം. ഓ, അങ്ങനെ. എനിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മൾ പോസ്റ്റർ ഒക്കെ കാണുമ്പം ബുദ്ധിസ്റ്റ് ആൾക്കാരുടെ കൂടി ഇരിക്കുന്ന ഒരു ഇത് വന്നല്ലോ ആദ്യം തന്നെ. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് ബുദ്ധൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്തായിരിക്കും ഓർമ്മ വരും? യോധ. എന്താണ്, അങ്ങനെ വല്ല കണക്ഷനും ഉണ്ടോ? ഒരു കണക്ഷനും ഇല്ല. ഷൂട്ടിന് കൂർഗിൽ പോയപ്പോ ഇങ്ങനെ കുറെ ഒരു ബാക്ക്ഡ്രോപ്പ് കണ്ടപ്പോ ഇരുത്തി ഫോട്ടോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ പടത്തിന്റെ മേജർ ഘടകമാണ് കുട്ടി. നല്ല ക്യൂട്ട് കുട്ടികളെ കണ്ടപ്പോ അങ്ങനെ മാത്രമേ എടുത്തേ ഉള്ളൂ. സിനിമയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷെ ആ പോസ്റ്റർ ഇവർ ആദ്യം വിട്ടപ്പോ ഇല്ല, നമ്മളെല്ലാരും എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് തിങ്ക് ചെയ്യും. എന്തായാലും എനിക്ക് തോന്നി എനിക്ക് അർജുനോട് സംസാരിക്കുമ്പോഴേ, ഞങ്ങൾ 1 വർഷം മുന്നെയാണ് ചേച്ചി ഞാൻ അർജുനോട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്. അന്ന് ഞാൻ മറ്റേ രോമാഞ്ചത്തിലെ ഡയലോഗ് ഒക്കെ പറയിച്ചിരുന്നു. അപ്പൊ കാണുമ്പോ എല്ലാം അതാണ് ഓർമ്മ വരിക. അങ്ങനെ തോന്നാറുണ്ടോ മുഖം കാണുമ്പോ ചേച്ചിക്ക്? അർജുനെ കാണുമ്പോഴേ രോമാഞ്ചാണ്. ഇനി എന്തോ വേണം? ആരെയും പറയുന്നേ ഇവര് ചേച്ചി വന്നിരുന്നപ്പോ നമ്മളീ സ്കൂളിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറുണ്ടാക്കുന്ന ചട്ടമ്പി പിള്ളേരില്ല, അതുപോലെ എനിക്ക് തോന്നി. സെറ്റിൽ എങ്ങനെയായിരുന്നു ഇവര്? അതുപോലെ തന്നെ ഇത് തന്നെ പരിപാടി. പുറത്ത് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് കാരണം മൃദുലുമായിട്ട് എനിക്ക് തോന്നുന്ന അർജുൻ അല്ലാതെ തന്നെ കൂട്ടുണ്ട്. അതെ, ഇവരൊരു ഗ്യാങ് ആണല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ? ആദ്യമായിട്ടല്ലേ മൃദുലിന്റെ കൂടെ അഭിനയിക്കുന്നത്? അല്ലല്ല, കൂടെ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ആദ്യമാണെന്നുള്ളത് തോന്നുന്നു ഒരിക്കലും വന്നിട്ടില്ല. കാരണം ബിടെക് തൊട്ട് മൃദുലേട്ടനെ അറിയാം. ബിടെക്കിന് മുമ്പേ മൃദുലേട്ടനെ അറിയാം. കാരണം മന്ദാരം തന്നെ പടം ചെയ്യുമ്പോൾ ആസിഫിനെ കാണാൻ വരും മൃദുലേട്ടൻ. കാരണം ബിടെക് അടുത്ത പടം വരുന്നു. അപ്പൊ ഞാൻ ഉണ്ടായില്ല കാസ്റ്റില്. അപ്പൊ എന്റെ അടുത്ത് പറയും, ആസിഫ് പറയും, ഞാൻ പോകുന്ന അടുത്ത മാസം തൊട്ട് ഞാൻ പടം ഷെഡ്യൂൾ ചെയ്തിട്ട് 1 മാസത്തോളം ബാംഗ്ലൂർ കിടക്കിടന്ന് നരകിക്കും പറഞ്ഞ്
അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ കൊച്ചി എന്ത് ചെയ്യാനാണ് അതൊക്കെ പറഞ്ഞു വന്ന് പിന്നെയാണ് എനിക്ക് ബിടെക്കിലേക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. എനിക്കൊരു മറ്റേ അവാർഡ് കിട്ടിയൊരു അവസ്ഥയായിരുന്നു. കാരണം സിനിമകൾ തേടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഇത്രയും നല്ലൊരു കഥാപാത്രം, കാരണം ഈ ക്യാരക്ടറിനെ പറ്റി ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഗംഭീര ക്യാരക്ടറാണ്, നല്ല അടിപൊളിയാണ്, ആര് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പക്ഷെ അപ്പോഴും ഞാൻ എന്നെ ചിന്തിക്കുന്നില്ല ആ ഒരു ക്യാരക്ടറിലേക്ക്. പിന്നീട് ഞാൻ പോലും അറിയാണ്ട് എന്നെ ഓഡിഷൻ ചെയ്ത് വിവേകേട്ടന്റെ വീട്ടില്, വിവേക് രഞ്ജിത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. മൃദുലേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഇക്കടെ ബാഗ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അവരിപ്പോ ബാഗ് എടുത്ത് കൂടെ ഇങ്ങനെ നിന്ന് ഇക്കടെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് ചെയ്തപ്പോ എന്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞാൽ അത് നിന്റെ ഓഡിഷൻ ഇപ്പൊ കഴിഞ്ഞത്, നീ സെലക്ട് ആണ് ഈ ക്യാരക്ടർ. ഞാൻ കൊള്ളാല പരിപാടി അങ്ങനെ. അപ്പൊ അന്ന് തൊട്ടുള്ള മൃദുലേട്ടനായിട്ടുള്ള ബന്ധം അടിപൊളിയായി പോകുന്നു. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് അഭിനയിച്ചായിട്ടൊന്നും ഫീൽ ചെയ്തു. അതെ അതെ അതെ, കൂടെ അങ്ങ് ജീവിക്കുകയാണെന്നൊക്കെ അല്ലേ. ആ ഒരു ഓളത്തിനങ്ങ എനിക്ക് തോന്നുന്നു ഈ വർഷം നമ്മുടെ ഈ അൻബോർഡ് കൺവെന്റിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പം ഒപ്പം പാട്ടിറങ്ങിയപ്പോഴൊക്കെ കല്യാണം ഒരു പ്രമേയം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വർഷം ഇറങ്ങിയ കല്യാണ സിനിമകളെല്ലാം തന്നെ ഹിറ്റാണ്. അതായത് ഗുരുവായൂർ അമ്പലനടയിൽ, മന്ദാകിനി, അങ്ങനെയല്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രതീക്ഷയുണ്ടോ? അല്ല, കല്യാണം വന്നത് കൊണ്ടൊരു ഹിറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ. ഇത് എന്തറിയോ, ഒരുപാട് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഇത് ഞാനാണെന്ന് തോന്നുന്ന ഒരു കഥയാണ്. എന്നുവെച്ചാൽ നമ്മള് കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വേറൊരു സെറ്റ് ഓഫ് റൂൾസ് ഉള്ള ഒരു വീട്ടിലോട്ടാണ് കയറുന്നത്. അതെന്തു ആവാം, അവര് ആ വീട്ടിന്റെ എന്താ ആനമയിലൊട്ടകമായിട്ട് ആ വീടിനകത്തോട്ട് ഫിറ്റിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ കഥയാണിത്. അപ്പൊ അതിന് ചിറകുടിയാം, ചിലപ്പോ പിന്നെ എല്ലാം പിടിയിട്ടില്ലേ. അതെ അതെ നമുക്കൊക്കെ നന്നായിട്ട് അതെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങള് മാത്രമായിട്ടല്ലേ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഇന്റൻസുമായിട്ട് അനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫിറ്റിൻ ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടിക്ക് ഒരു അഭിപ്രായം കൂടെ ഉള്ള ഒരാളാണെങ്കിൽ ഭർത്താവിന്റെ അവസ്ഥ എന്താവും? അപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെയും നടുക്ക് കിടക്കുന്ന ഒരു പാവം നകുലനും, രാജമ്മയുടെയും ശാലിനിയുടെയും നടുവിലായി പോയ ഒരു പാവം നകുലൻ എന്നാണ് ക്യാരക്ടറിന്റെ പേരല്ലേ? അതെ, ശാലിനി, നകുലൻ, രാജമ്മ. നിങ്ങൾ മൂന്നുപേരും ആണ് ഇതിനകത്തുള്ള പ്രധാന ആൾക്കാർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പൊ ഈ സിനിമയുടെ പാട്ട് ഇറങ്ങിയപ്പോൾ കുറേ കമന്റ്സ് അതിന്റെ താഴെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര നൊസ്റ്റു ഫീൽ ഉണ്ട്, ഒന്നുകൂടെ കെട്ടാൻ തോന്നുന്നു എന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട് അർജുൻ? ഒന്നുകൂടെ കെട്ടാൻ തോന്നുന്നുണ്ട്? അല്ലെങ്കിൽ ആള് കിട്ടിയേനെ. നിക്കിത്തയുടെ നമ്പർ ഒന്നുകൂടെ കെട്ടാന്ന് പറ ചേച്ചി. ഒന്നുകൂടെ കെട്ടാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കോ തീർന്നില്ല. ഒന്ന് കെട്ടാത്ത ആളോട് ഞാൻ എങ്ങനെ ചോദിക്കും? എനിക്ക് സിനിമയിൽ എന്റെ രണ്ടാം ഘട്ടം എനിക്ക് മടുത്തു. സിനിമയിൽ രണ്ടാം ഘട്ടം മടുത്തു, എനിക്ക് മടുത്തു. അതൊരു ജീവിതത്തില് അല്ല, ഇത് പാട്ടൊക്കെ കാണുമ്പോ ഒരു 3 മിനിറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഷൂട്ട് ചെയ്യുമ്പോ ഒരു 3-4 ദിവസം സെയിം കോസ്റ്റ്യൂമിലും രാവിലെ മുതൽ രാത്രി വരെ നിക്കണം, വലിയ സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ കല്യാണാഗ്രഹം അങ്ങനെ തീർന്നു. കണ്ടോ, നിങ്ങളോട് സിനിമ കല്യാണം കഴിച്ച കുട്ടിയുടെ കല്യാണ ആഗ്രഹം വരെ തീർന്നു. അതെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയല്ലേ ചേച്ചി, നമ്മളൊക്കെ എങ്ങനെ വേണമെങ്കിലും പറയും. അർജുന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അർജുൻ അന്ന് പറയുന്നുണ്ടായിരുന്നു എന്നോട്, കല്യാണം കഴിഞ്ഞൊരു ഫീലൊന്നും അർജുൻ ഉണ്ടായിട്ടേ ഇല്ല, നിക്കിക്ക് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു എന്ന്. കൂട്ടുകാരുടെ പുറകെ അങ്ങ് പോന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ? അടക്കി അങ്ങനെ പറയുന്നല്ലേ? ഫ്രീഡം ഒന്നും കൊടുക്കണ്ട, എല്ലാവരുടെയും ഫ്രീഡം അവരോട് തന്നെ അല്ലേ ചേച്ചി? ഓ എടാ വിടുക്ക. അങ്ങനെ വേണ്ടേ? ഞാൻ അന്ന് ചോദിച്ചത് നിക്കിത്ത അഭിനയിക്കാൻ ഇഷ്ടമാണോ? അപ്പൊ അർജുൻ പറഞ്ഞല്ല, ഇല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് നമ്മൾ ഇത്ര ഇഷ്ടപ്പെട്ടെടുക്കുന്ന പ്രൊഫഷണൽ എന്താ സംഭവം എന്ന് അറിയോ? നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ അവര് ആഗ്രഹിക്കുന്നത് നമ്മൾ കൂടെ ഇരിക്കണം, നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോ കൂടെ പോകണം. അപ്പൊ നമുക്ക് ഓണമില്ല, വിഷു ഇല്ല, ന്യൂ ഇയർ ഇല്ലാണ്ടാണ് നമ്മൾ പണിതെടുത്തോണ്ടിരിക്കുന്നത്. കൊച്ചിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് പോലും ഞാൻ എത്തിപ്പെട്ടത് എനിക്ക് വേണ്ടി ഡേറ്റ് മാറ്റി വെച്ച് ബർത്ത്ഡേ എന്നുള്ള രീതി. അപ്പൊ കുറെ നല്ല മൊമെന്റ്സും നല്ല കാര്യങ്ങളും ഇപ്പൊ അൻവി ആദ്യമായിട്ട് നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അൻവി സംസാരിക്കുന്നത് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛന്ന് വിളിക്കുന്നത് ചിലപ്പോൾ പോയിന്റ്സിലൊക്കെ എനിക്ക് മിസ് ഔട്ട് ആയി പോകുന്നുണ്ട്. അപ്പൊ
അപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സംഭവം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാക്രിഫൈസ് ആയി പോകും. പക്ഷെ അത് കവറപ്പ് ചെയ്യാനായിട്ട് ഇവര് വന്ന് ലൊക്കേഷനിൽ നിൽക്കാറുണ്ട്, എന്റെ കൂടെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു 10 ദിവസം ഗ്യാപ്പിൽ ഈ പെണ്ണ് പെട്ടെന്ന് വലുതാവും, പുതിയൊരാളായിട്ടായിരിക്കും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ കാണുന്നത്. അപ്പൊ അത് ഭയങ്കര രസമുണ്ട്. പക്ഷെ ഇത് ഞാൻ റിയലൈസ് ചെയ്ത കാര്യം. അപ്പൊ അത് നമ്മളത് കംപ്ലൈന്റ് ആയിട്ടല്ല പറയുന്നത്. അപ്പൊ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായി, പക്ഷെ ഇപ്പൊ അത് യൂസ്ഡ് ആയി ഏകദേശം. കാര്യം മനസ്സിലായി, ഇത് എന്റെ പരിപാടി എങ്ങനെയും ബാലൻസ് ചെയ്ത് പോകണം. രണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാട് ആരാധനയുള്ള ഒരാളാണ് ഈ ഇരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് അന്ന് തൊട്ടേ പറഞ്ഞ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇഷ്ടമാണ്. അന്ന് സൂര്യയിലും കൈരളിയിലും ഏഷ്യാനെറ്റിലും ഒക്കെ വലിയ വട്ടപ്പൊട്ടും മുടി ഉണ്ടക്കെട്ടൊക്കെ കെട്ടി നല്ല ഭംഗിയുള്ള കോട്ടൺ സാരിയൊക്കെ എടുത്തിരിക്കുന്നു. അയ്യോ, എനിക്കൊന്ന് രാജശ്രീ ചേച്ചി ആയാലും പാറു ചേച്ചിയൊക്കെ ഭയങ്കര സ്നേഹത്തോടെ എടുത്തു വെച്ചിരുന്നത്. അങ്ങനത്തെ ഒരാളെയാണ് ഞാൻ ഇന്ന് ഇൻ്റർവ്യൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അർജുൻ, നമ്മൾ കുഞ്ഞിലെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളെ ഇങ്ങനെ കാണുമ്പോൾ അഭിനയിക്കാൻ വേണ്ടി ജോലി വരെ ഉപേക്ഷിച്ച ആളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ചേച്ചി? ഒന്നാമത് ഞാനിങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്നെ കൊണ്ട് കൊച്ചിലേ മുതലേ അങ്ങനെയാണ്. എന്നെ സെക്കൻഡ് ഗ്രൂപ്പ് പഠിപ്പിച്ചു, ഞാൻ സ്പെഷ്യൽ ഇംഗ്ലീഷ് തനിയെ പഠിക്കാൻ പോയി. എക്കണോമിക്സ് പഠിപ്പിച്ചു, സൈക്കോളജി പഠിക്കാൻ തനിയെ പോയി. സൈക്കോളജി പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചു, കുറച്ചാളും വീട്ടിൽ ഇരുന്നു. പിന്നെ പരീക്ഷ എഴുതി, MA പഠിക്കാൻ പോയി. അത് MPhil ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് LLB പഠിക്കണമെന്ന് തോന്നി, LLB പഠിക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടെലിവിഷൻ ചാനലിൽ പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. 2007 ആയപ്പോൾ ഒരു സിനിമ കിട്ടി. എന്നാൽ പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതെനിക്ക് അത്ര വർക്കായില്ല. പിന്നെ MSL ഒരു കമ്പനി ജോലി ചെയ്യാൻ തുടങ്ങി. 2009 നാടകം തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇടിച്ചു നിന്ന പോലെ ഈ പരിപാടി വിട്ടാൻ പറ്റുന്നില്ല എന്നുകൊണ്ട് സാധനമായി. അത് പിന്നെ 2015 ഒരു നാടകം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നാടക സംഘം ഇല്ല ഇപ്പം. പിന്നെ അഭിനയിക്കാതിരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടുന്ന പോലത്തെ ഒരു പരിപാടി ആയിപ്പോയി. അപ്പം പിന്നെ അത് പൈസയ്ക്ക് വേണ്ടിയോ വേറൊന്നിനും വേണ്ടിയല്ല. അപ്പോൾ ബാക്കിയൊക്കെ പരിപാടിയൊക്കെ മതിയാക്കി. അത് ഒരു മൊമെന്റ് ആയിരുന്നു. അവിടെ നിന്ന് പറഞ്ഞ ജ്യോതിഷ് പറഞ്ഞ് ഇങ്ങനെ ഫോൺ വന്നോണ്ടിരുന്നാൽ ശരിയാവില്ല, അങ്ങനെ ചെയ്തോണ്ടിരുന്നാൽ ശരിയാവില്ല, ഫ്രണ്ട്സുമായിട്ട് വന്നാൽ ശരിയാവില്ല, അഭിനയിക്കാനാണെങ്കിൽ ഒരു 2 ദിവസം സമയം തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബാക്കിയെല്ലാം റിസൈൻ ചെയ്തു. കാരണം അല്ലെങ്കിൽ എനിക്ക് കോള് വരും. ലീവ് ചോദിച്ചപ്പോൾ തന്നില്ല, റിസൈൻ ചെയ്തിട്ട് വന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് നാടകത്തിൽ തുടർച്ചയുണ്ടോ എന്ന് അറിയാതെയാണ് ഞാൻ റിസൈൻ ചെയ്തത്. പറഞ്ഞു വിടുമോന്നും അറിയില്ലൊക്കെ ഉള്ളൂ. ആകെ നിങ്ങൾക്ക് ശബ്ദം മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല, നോക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അത് പിന്നീട് മേ ബി ഡെസ്റ്റിനി, അതായിരിക്കും എൻ്റെ വഴിയിൽ നിന്ന് ഒരു കോളിംഗ് ആയിരുന്നു കാണും. അങ്ങനെ ഒരു ഭയങ്കരമായി എനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യാനും അങ്ങനെ സ്വേ ചെയ്യാനും ഒക്കെ സമ്മതിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിന് അനുവാദം ചോദിക്കേണ്ടാത്തൊരു വീട്ടിൽ ജീവിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതെ അതെ, ശരിക്കും അഭിനയത്തിന്റെ ഈ സൗന്ദര്യം ചേച്ചി തിരിച്ചറിഞ്ഞത് ജ്യോതിഷേട്ടന്റെ കളരിയിൽ തന്നെ ആയിരിക്കും. 100%, 200%, 300%. ജ്യോതിഷോടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് മതിയാവാത്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാനും ജ്യോതിഷൻ 2009 പരിചയപ്പെട്ടതിന് ശേഷം 2024 ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ മുഴുവൻ കോൺവെർസേഷനെ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന സുഹൃത്തുക്കളാണ്. അതിൽ പിന്നെ അഭിനയത്തെ കുറിച്ച് അല്ലാതെ സംസാരിച്ചിട്ടുണ്ടാവുക ഒരു 10 മണിക്കൂറായിരിക്കും മാക്സിമം. അത് വല്ല ഭക്ഷണത്തെക്കുറിച്ചോ അല്ലെ പിന്നെ അസുഖത്തെക്കുറിച്ചോ ഒക്കെ ആയിരിക്കും. ബാക്കി മുഴുവനും ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിച്ചാലും അത് അവസാനം കറങ്ങി തിരിഞ്ഞ അഭിനയത്തിലെത്തും. ഒരു ടെലിവിഷൻ കണ്ടാലും ഒരു സിനിമ കണ്ടാലും ഒരു നാടകം എന്താണെങ്കിലും ഒരു അഭിനയത്തിലേക്ക് അല്ലെ ഇമോഷൻസിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അപ്പൊ ആ ധാരണ അത് കേൾക്കാൻ ഭയങ്കര ജ്യോതിഷൻ ആക്ച്വലി സംസാരിക്കുമായിരുന്നത് അനിൽ നെടുമങ്ങാടിന്റെ അടുത്താണ്. അപ്പൊ അനില് പോയതിനു ശേഷം പിന്നെ ആ അനിലിന്റെ ഒരു ശൂന്യതയും കൂടെ അത് ജ്യോതിഷം എൻ്റെ അടുത്തോട്ടായിരുന്നു. അപ്പൊ ഫുൾ ജ്യോതിഷം എൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പൊ അത് കേൾക്കാൻ ഭാഗ്യമുള്ള ഒരാളാണ്. അത് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇപ്പം നാടകത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അനഘയും ഒരുപാട് നാടകവേദികൾ സ്കൂൾ കാലം തൊട്ടേ. എങ്ങനെ മോളെ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ഒരു പ്രധാന വ്യത്യാസം എന്തായിട്ട് അനഘയ്ക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? നാടകത്തിൽ ഒരുപാട് ഓഡിയൻസിനെയാണ് നമ്മൾ സെയിം ടൈം അതെ ക്യാരി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിനിമയിൽ വരുമ്പോൾ അതിനെപ്പോഴും ഒരു ബ്രേക്ക് ഉണ്ടാവും. ഇതിൽ നാടകം ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ക്യാരക്ടറിൻ്റെ ജേർണി മനസ്സിലാവും. അത് തുടക്കത്തിൽ നിന്ന് അവസാനം വരെ ആ ഗ്രാജുവൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മളത് അറിയും, അതിൽ ഇൻവോൾവ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. പക്ഷെ സിനിമയിൽ വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഏതിപ്പോൾ പെട്ടെന്ന് കരയാൻ പറഞ്ഞാൽ പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കുക. അപ്പോൾ അതിലൊരു ബ്രേക്ക് ഉണ്ട്. പിന്നെ നാടകത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയവും രണ്ടും
ഡിഫറെൻ്റ് ആണ്. എനിക്ക് തിയേറ്റർ ചെയ്തതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാണികളുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുന്നത് കൊണ്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ഒരു ഇത്രയും ആൾക്കാർ ചുറ്റുന്നുണ്ട്. കാരണം ചില സീൻസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഓരോരോ ഇമോഷണൽ സീൻസ് അഭിനയിക്കുമ്പോഴോ ഡയറക്ടേഴ്സ് ചോദിക്കാറുണ്ട് ആൾക്കാരെ മാറ്റണോ, 1-2 ആൾക്കാർ മാത്രം നിന്നാൽ മതിയോ എന്നുള്ളത്. എനിക്ക് എന്തിനാ, കുഴപ്പമില്ല എന്നുള്ള, കാരണം അത്രയും ആൾക്കാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ആ പേടിയില്ല എന്നേ ഉള്ളൂ. എന്നാലും ഇപ്പം അർജുൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ എനിക്കൊന്ന് അടുത്തിറങ്ങിയ എല്ലാ നായക കഥാപാത്രങ്ങളാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് മുന്നേ ഇൻ്റർവ്യൂ ചെയ്തത് നമ്മുടെ ആനന്ദ് ശ്രീബാല ടീമിനെയാണ്. അപ്പം അഭി ആണേലും വിഷ്ണു ആണേലും ഒരുപാട് പ്രതീക്ഷയോടെയാണ് അർജുനെ കാണുന്നത്. അതുപോലെ തന്നെ സംഗീത ചേച്ചി പറയുന്നത് അതിശയം വരും അർജുനൊക്കെ ഇത്ര ഈസി ആയിട്ട് അഭിനയിച്ചിട്ട് പോയി നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ ഇന്ന് ഷൂട്ടിങ്ങിനോട് വരുമ്പോൾ ഉർവശിയെ കണ്ടു. ഉർവശി ഇറങ്ങി പോവായിരുന്നു. അപ്പൊ ഉർവശി ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചോദിച്ചു, എന്താ നീ ഇവിടെ എന്ന് ചോദിച്ചു. ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിട്ട് വന്നാണ്. അർജുന്റെ സിനിമയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ അർജുന്റെ സിനിമ. എന്ത് നല്ലതായിട്ട് അവനിപ്പോ ചെയ്യുന്നേ, എന്ത് രസമായിട്ട് അവനിപ്പോ അഭിനയിക്കുന്നത്. ഞാൻ ഹരിശ്രീ അത് അച്ഛനെയും പിന്നെ വേറൊരു കാര്യത്തിന് വേണ്ടി ഞാൻ വന്നത്. ഞങ്ങൾ എല്ലാവരും ഇന്നലെ ഒരുമിച്ചുണ്ടായിരുന്നു. സിനിമകളൊക്കെ നല്ലതാ, അവനിപ്പോ നല്ലതായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ അത് അല്ല അർജുൻ, അപ്പൊ സൂപ്പർ അല്ലേ? അതെ അതെ. അല്ല അർജുൻ, ഇപ്പം വീണ്ടും അൻപോട് കൺമണി വരുന്നു, അടുത്തടുത്ത് നായകനാകുന്ന സിനിമകൾ എങ്ങനെ നോക്കി കാണുന്നു അർജുൻ ആ വളർച്ചയെ? ഭയങ്കര അടിപൊളിയായിട്ട് ഹാപ്പിയാണ്. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്തേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത് ഗ്രാജുവലി ആ സ്പേസ് കൂടി ഇപ്പോ ആൻഡ്രൂ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, വേണു സാറും കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഭിലാഷ് പിള്ളച്ചേട്ടൻ കേക്കണ്ട വിളിക്കില്ല. അതെന്താ കാര്യം? അബിന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. അഭിലാഷ് പിള്ളേന്നാണ് വരും, അഭിലാഷ് പിള്ളച്ചേട്ടാന്ന് വിളിക്കാന്ന് വീടിന്ന് തന്നെ വരാം. അത് രസമുണ്ട്. പുറത്തുണ്ടാള്. ആണോ? അപ്പൊ അഭിലാഷേട്ടന്റെ മറ്റു മാളികപ്പുറത്തിന് ശേഷമുള്ള പരിപാടി നോക്കുമ്പോ ഒരു ഹ്യൂജ് പടത്തില് എനിക്കൊരു ലീഡ് ക്യാരക്ടറായിട്ടും ടൈറ്റിൽ ക്യാരക്ടർ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അർജുൻ അപ്പോ അത് ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുന്ന ഒരു പടമാണ് ശ്രീബാല. അത് ഇത്ര ഹ്യൂജ് ആയിട്ടാണ് ഞാൻ ചെയ്തു തന്നെ. എല്ലാം ചെറിയ ചെറിയ പടങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ വലിയ പടങ്ങളാണ്, പ്രമേയം പോലത്തെ പടങ്ങളൊക്കെ ആണെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇത് ലീഡായിട്ട് നിൽക്കുമ്പോ വളരെയധികം എക്സൈറ്റിംഗ് ഫാക്ടറാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2018 നോക്കുകയാണെങ്കിൽ 24 ഞാൻ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചതിന് അപ്പുറം ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ സാറ്റിസ്ഫൈഡ് ആണ് ഭയങ്കരമായിട്ട്. പിന്നെയും നല്ല അടിപൊളി ക്യാരക്ടേഴ്സും നല്ല ചെയ്തു പറഞ്ഞു ഓൾറെഡി. ഇതിപ്പോ ചേച്ചി അന്ന് ഞങ്ങൾ ഞാനും അർജുനും സംസാരിക്കുമ്പോൾ അന്നും അർജുനോട് പറഞ്ഞു, ചേച്ചി ഇപ്പൊ നമ്മൾ ഈ നെപ്പോക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വരാൻ അച്ഛൻ്റെ പേരുണ്ടായിരുന്നുള്ളത് എളുപ്പമാണ്, പക്ഷെ പിടിച്ചു നിൽക്കുക എന്നുള്ള അല്ലേ അർജുൻ? എങ്ങനെയായിരുന്നു? കാരണം ഇപ്പൊ ബ്രഹ്മയുഗത്തിൽ മമ്മൂക്കയോടൊപ്പം നിങ്ങൾ ആകെ 3 പേരാണ്. അത് ഇന്റർനാഷണൽ ഫെസ്റ്റിലൊക്കെ പോകുന്നു, ആൾക്കാർ അർജുൻ അശോകൻ എന്ന നടനെ അടയാളപ്പെടുത്തുകയാണ് ആ സിനിമയിലൂടെ. അപ്പം എങ്ങനെയാണ് ആ ഒരു സ്ട്രഗിൾ, ഈ 2000 പറഞ്ഞല്ലോ ഈ ഒരു വർഷത്തിന്റെ സ്ട്രഗിൾ എങ്ങനെയാണ് അർജുൻ? സത്യം പറഞ്ഞ സ്ട്രഗിൾ എന്നുള്ള പരിപാടി എന്തോ ഭാഗ്യത്തിന് നല്ല പടങ്ങൾ എനിക്ക് വരുന്നുണ്ട്. അപ്പൊ അത് വൃത്തിക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. സ്ട്രഗിൾ വരുന്നത് ഡേറ്റിന്റെ പ്രശ്നം വരുമ്പോഴാണ്. നമ്മൾ കാരണം എന്തെങ്കിലും കാരണത്താൽ ഒരു പടം നീണ്ടു പോകുമ്പോ, എനിക്കൊരു പടം മാക്സിമം കൂടിപ്പോ ഒരു ലിമിറ്റ് വരെ തള്ളി നിൽക്കാം. പക്ഷെ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ പടം നീണ്ടു പോവാന്ന് വെച്ചാൽ അത് കൺവിൻസ് ചെയ്ത് ആ ഡേയ്സ് നീക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ സ്ട്രഗിൾ എനിക്ക് ആ ഒരു ഇഷ്യൂസിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാർ ആക്സിഡന്റ് ആയി, നമ്മൾ പ്രതീക്ഷിക്കാനുള്ള അപ്പോ കൂടെയുള്ള ആക്ടറിന് റിക്കവർ ചെയ്യാൻ ടൈം വേണം. അപ്പോ അത് പറഞ്ഞ ചിലപ്പോ അപ്പുറത്തെ പ്രൊഡ്യൂസർ കേൾക്കണമെന്നില്ല, പ്രഷറാണ്. അപ്പോ അത് ഞാൻ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇന്ന പ്രശ്നമാണ് സംഗീതത്തിന് പറ്റിയേക്കണം, അപ്പൊ റിക്കവർ ചെയ്യാൻ സമയം എടുക്കും. എന്നാ ഓക്കെ. അല്ലാണ്ട് ഷൂട്ട് പടം വരികയും കഥാപാത്രം സെലക്ട് ചെയ്യും. ഞാൻ ഇഷ്ടമുള്ള, എനിക്ക് കഥ കേട്ട് കഥ ഇഷ്ടപ്പെട്ടോ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടോ ഞാൻ ചെയ്യും. അത് ത്രൂ ഔട്ട് ആണെന്നില്ല, ചെറിയ ഭാഗമാണെന്നില്ല. ഓസ്ലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്ത പടമാണ് ഓസ്ലർ. കാരണം ബ്രഹ്മയുഗം എനിക്ക് റെഫറൻസ് നോക്കാൻ ഒന്നുമില്ല. അവിടെ ചെന്ന് ഡയറക്ടർ പറയുന്നത് കേട്ട് ഇരുന്ന് ഒരു റെഫറൻസ് ഒക്കെ പിടിച്ച് പതുക്കെ ചെയ്ത് നോക്കി ഒരു 4 ദിവസം 5 ദിവസം കൊണ്ട് സെറ്റ് ചെയ്യണ ക്യാരക്ടർ. പക്ഷെ ഓസ്ലർ തന്നെ കഥാപാത്രം പറഞ്ഞ ഒറ്റ ദിവസമുള്ള എനിക്ക്. അപ്പൊ എനിക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ടൈം എടുത്ത് ചെയ്യാനോ ഒന്നുമില്ല.
അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടൻ എന്താണ് പരിപാടി, ഇതാണ് സംഭവം, നീ ഇങ്ങനത്തെ ഒരു പടം കാണാ, പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, അതിന്റെ റെഫറൻസ് ഉണ്ട്. പിന്നെ എന്റെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡ്രഗ്സിനെ പറ്റിയാണ്. കാരണം ഇന്ന ഡ്രഗ്സ് അടിച്ചാ എങ്ങനെയായിരിക്കും ആഫ്റ്റർ എഫക്ട്സ്, ഇത്രയും ഈ ഒരു ഡ്രഗിന്റെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, അയാൾ എങ്ങനെ റിക്കവർ ആയതിനു ശേഷം എന്താണ്. കാരണം 2 ഫേസ് ഉണ്ട് ആ ക്യാരക്ടറിന്. ഫുൾ അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, പിന്നെ പതുക്കെ 2 വർഷം ശേഷം റിക്കവർ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് രണ്ടും ഒറ്റ ദിവസം ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ അതിനുവേണ്ടി കുറച്ചൊരു 3-4 ആഴ്ചയോളം ഞാൻ ഇരുന്നിങ്ങനെ വായിച്ച് നോക്കി സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ ആ പടം പോയി ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നല്ല രീതിക്ക് എടുത്ത് പറഞ്ഞു തരും. കാരണം ആകെ 3 സീനുള്ള പടത്തില്. അപ്പൊ അങ്ങനെ ഒക്കെ വരുമ്പോ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പൊളിയാണ് പരിപാടി. ഇപ്പൊ പറഞ്ഞത് ചേച്ചി ഓരോ കഥാപാത്രങ്ങളിലേക്ക് എത്താനുള്ള സ്ട്രഗിളിനെ കുറിച്ച് പറയുന്നു. അപ്പൊ എനിക്ക് ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളിലൊന്നാണ് ബാബുട്ടിയുടെ നാമത്തില മറ്റേ കരയുന്ന താത്ത, ഒപ്പം തന്നെ നമ്മുടെ ഭീഷ്മപർവത്തിലെ മറ്റേ കണ്ണാടിക്കാടി, അയ്യോ അത് എനിക്കൊന്ന് 2 മമ്മൂക്കയുടെ ഉള്ള സിനിമകളുമാണ്. ഇപ്പൊ ചേച്ചി ഇപ്പൊ കൈരളിയിൽ ഞങ്ങളെയൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് വർഷം ചേച്ചി ഇവരെല്ലാം കുറേ പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചേച്ചി മമ്മൂക്കയുടെ കൂടി ഇങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമ്മുടെ ചെയർമാനെ അതെ അതെ എപ്പോഴും മോർണിംഗ് ഷോയുടെ സമയത്തൊക്കെ അവിടെ വന്ന് സെറ്റ് വരെ മാറ്റണം എന്നൊക്കെ പറയുന്നത് അറിയും ഒക്കെ അഭിനയിക്കാൻ നിന്നപ്പോ ഞാനൊന്ന് ഭയങ്കര ഡയറ്റ്, ഞാൻ നോൺ വെജ് അധികം കഴിക്കാത്തൊരു സമയമായിരുന്നു, അധികം കഴിക്കത്തില്ല. അപ്പൊ അന്ന് പിന്നെ ഇപ്പോഴും എനിക്കതിനകത്ത് അറിയാമെന്ന് വെച്ചാൽ ക്യാരക്ടർ സിനിമയൊന്നുമല്ല. നിങ്ങൾ കഴിക്കില്ല, നിങ്ങൾ മട്ടൻ ബിരിയാണി കഴിക്കില്ല, ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മട്ടൻ ബിരിയാണി വിളമ്പുന്നത്, അകത്തുനിന്ന് എന്തോ അച്ചാറൊക്കെ കൊണ്ടുവന്ന് വിളമ്പുന്നത്. അബ്ദു പാലസ് കിച്ചണിൽ അവരാണെന്നും ഈ കാര്യങ്ങൾ അബ്ദുവിന്റെ ഇപ്പോഴും വിചാരം ഞാൻ കൂടിയാരോ വരണം സിനിമയില് നമുക്ക് നേരിട്ട് വിളമ്പിയൊക്കെ തന്നുണ്ട്. കൈരളിയിലുള്ള ഒരു വാത്സല്യമായിരിക്കാം. പക്ഷെ അദ്ദേഹം എപ്പോഴും എന്റെ ഒരു ജേർണിയിൽ ചില സജഷൻസ് തരികയും ചില അഭിപ്രായം അങ്ങനെ ഭയങ്കര കാണുമ്പോൾ വലിയ അങ്ങനെ ഒന്നും പറയില്ലെങ്കിലും നമ്മൾ അഭിനയിച്ചുകൊണ്ടേ 18-ാം പടിയൊക്കെ ചെയ്യുമ്പോൾ ചില സജഷൻസ് ഓവർ ജസ്റ്റേഴ്സ് അത് ഇതൊക്കെ പറഞ്ഞ് ചില കുഞ്ഞു ടിപ്സ് ഒക്കെ തരും, ചില അഭിപ്രായങ്ങളൊക്കെ പറയും. അതെനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് ആവാറുണ്ട്. അത് ഒരു കണ്ണുകൊണ്ട് നന്നായിരിക്കും എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ കാര്യം, ഞാൻ ഭയങ്കര ഫാനാണ് നമുക്ക്. അതുപോലെ തന്നെയാണ് അർജുൻ കൊതിയായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോ മമ്മൂക്ക വീട്ടിൽ നിന്ന് മട്ടൻ ബിരിയാണി അത് നൈസായിട്ട് ജോർജേട്ടൻ ഇടും ആള്. വില്ലേജ് കഴിക്കില്ല, ഇതെല്ലാം വെള്ളിയാഴ്ച വീട്ടിൽ നിൽക്കും. അല്ല എനിക്കറിയാം അർജുൻ ഭയങ്കര ഒരു മമ്മൂക്ക ഫാൻ ബോയ് ആണ്. നേരത്തെ എന്റെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. വണ്ടി നമ്പറും 369 എടുത്ത 9369. പുതിയ വണ്ടിക്ക് എടുക്കണം. ഞാൻ വിളിച്ചു ചോദിച്ചു, ജോർജേട്ടൻ ഞാനിത് എടുത്താ കുഴപ്പം എന്ത് അർജുനോട് എനിക്ക് പെർമിഷൻ കിട്ടി, ഞാൻ എടുത്തു. മമ്മൂക്കിക്ക് എനിക്ക് തോന്നുന്നു അതുപോലൊരു വാത്സല്യാണ് അർജുനോടുള്ളത്. അതെ എനിക്കറിയാം, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അർജുൻ ഒരു ഭയങ്കര ഫാൻ ബോയ് ആണ്. ഉണ്ടയുടെ സമയത്തെ കാര്യങ്ങളൊക്കെ അന്ന് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അർജുൻ ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ അർജുൻ അശോകൻ എന്ന നടന്റെ കരിയറിൽ ഭയങ്കര വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. എങ്ങനെയായിരുന്നു അർജുൻ ആ ഒരു സിനിമയിലേക്ക് വിളിക്കാണ്? സിദ്ധുവും അർജുനും മമ്മൂക്കയും മാത്രമാണെന്ന് പറയുമ്പോൾ ഉള്ളൊരു ഞാൻ ഒറ്റ എന്ന പടം ചെയ്തോണ്ടിരിക്കുമ്പോ പാലക്കാട് വെച്ചാണ് രാവിലേട്ടൻ വന്നത്. കഥ പറഞ്ഞു, കൊല്ലംകോട് ഒരു ഹോട്ടൽ റൂമിൽ ഇരുന്നാണ് കഥ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇപ്പൊ എങ്ങനെ ഇത് പിന്നെ എടുക്കുക എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. കാര്യമൊക്കെ പറഞ്ഞ് എനിക്ക് കഥയൊക്കെ ഇഷ്ടപ്പെട്ട്. കാരണം ഭൂതകാലം തന്നെ പടം മാത്രം കണ്ടാൽ മതി രാവിലേട്ടന്റെ പരിപാടി എന്താണ്. ഗംഭീര മേക്കറാണ്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി ഈ കാര്യം പറഞ്ഞപ്പോ. അപ്പൊ അതിനുശേഷം ഞാൻ നൈസായിട്ട് എനിക്ക് കഥ കേട്ട് കഥ ഇഷ്ടപ്പെട്ടു. ഞാൻ കുഴപ്പമില്ല, രസമുണ്ട്. കാരണം ഈ ഒരു ബ്രഹ്മയുഗത്തിന്റെ കഥ പറയുമ്പോൾ നമുക്ക് എത്രത്തോളം കൺവേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അത് വിഷ്വലി പറഞ്ഞു പോണ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ എനിക്ക് മമ്മൂക്കയുടെ ലുക്ക് കാണിച്ചെന്ന് പടത്തില്, മമ്മൂക്കയുടെ ലുക്ക് കാണിച്ചെന്ന് പടത്തില്, അതില് ഞാൻ വീണ് ഫ്ലാറ്റായി. ഞാൻ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. അതെ, എന്നാലും ആ ഒരു കൊടുമൺ പൂട്ടിയായിട്ട് വന്ന് നിൽക്കുമ്പോ ഉള്ളൊരു ഞങ്ങൾക്ക് ഏറ്റവും ഭാഗ്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആ പടം കളറിൽ കാണാൻ പറ്റി. ആണോ? ഷൂട്ട് ഞാനാണോ? ഞാൻ പെട്ടെന്നാണോ? കളറിനുള്ളിൽ കാണാലോ. അപ്പൊ അതേറ്റവും. പിന്നെ ഇപ്പൊ ഞാൻ എല്ലാത്തിലും പറയുന്നുണ്ട്, നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുക, ആ സീന് വായിച്ച ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ നമ്മൾ ഇമാജിനേറ്റ് ചെയ്യണം. നമ്മൾ ഇമാജിൻ ചെയ്യും ഇങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യാം. പക്ഷെ അത് നേരെ
പൊളിച്ച് അടുക്കിയാണ് മമ്മൂക്ക ലൈവായിട്ട് ചെയ്യുന്നത്. അയ്യോ ആണോന്ന് തീറ്റ ഒരു രക്ഷ നമ്മള് പറയണോ? ഇവര് നേരിട്ട് അതെ, അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കാണുമ്പോ ഓപ്പോസിറ്റ്. പോലും നമുക്ക് കഴിച്ചിട്ടില്ല ചിക്കൻ. അതാണ് പ്രത്യേകത. കഴിച്ചില്ല, അത് ആ തീറ്റ നമ്മള് തിന്ന് ആസ്വദിച്ചെന്നുള്ള മൂടില്ലേ, പൊളിയത്. അതൊരു പുതിയ ഏജ് നമുക്ക് കിട്ടിയത്. ഇത്ര 20-25 ദിവസത്തേക്കല്ല, 19-20 ദിവസത്തേക്ക് മമ്മൂക്കനെ സ്വന്തമായിട്ട് കിട്ടിയൊരവസ്ഥ. അല്ല, അതുപോലെ തന്നെ ഇപ്പം അർജുനായാലും ചേച്ചിയോട് ഇവരോട് രണ്ടുപേരോട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, അർജുൻ ഇപ്പം നായകനാകുന്നു, ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ വരത്തനിലെ വില്ലൻ. ഞാൻ ഇത് തന്നെ ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ ഐശ്വര്യനെ ഷറഫിനെയാണ് ഇന്റർവ്യൂ ചെയ്തത്. അപ്പം ഞാൻ ഷറഫിനോട്, ഞാനും എൻ്റെ മോളെ പ്രസവിക്കാൻ 2 ദിവസം മുൻപെയാണ് ഈ സിനിമ പോയി കാണുന്നത്. എനിക്ക് ഷറഫിനെ അർജുനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ചേച്ചി നമുക്കൊന്ന് ചതയ്ക്കാൻ തോന്നുന്ന പോലത്തെ ദേഷ്യമാണ്. അപ്പോൾ ഈ നായകനായിട്ട് ഇത്രയും സിനിമകൾ വരുമ്പം നിങ്ങളൊപ്പം തന്നെ വില്ലനാകുന്നു, സഹനടനാകുന്നു, അങ്ങനത്തെ ഒരു ചേഞ്ച്, വീണ്ടും നായകനിലേക്ക് വിളി, അങ്ങനത്തെ പേടികളോ അങ്ങനെ ഒന്നുമില്ല വരുന്ന കഥാപാത്രങ്ങൾ? പക്ഷെ വില്ലൻ ഇപ്പൊ കൊറേ വന്നിട്ട് അജയ് ചന്ദ്രൻ വിളിച്ചിട്ടുള്ള വില്ലൻ. അതെന്താ? ഭയങ്കര ഇഷ്ടം വില്ലൻ. ഓ, കണ്ടാ തന്നെ ഇല്ല ചേച്ചി കണ്ടിട്ടില്ലേ വരത്തനിലെ ഹെവി മാസ് ബീജം കിട്ടുന്ന വില്ലനാണ്. ഓ, അതാണ് താല്പര്യം. അപ്പൊ ഇത് കാണുന്ന അർജുന്റെ ഇന്റർവ്യൂ കാണുന്ന സംവിധായകരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കൊരു മാസ് ബീജം ഇട്ട വില്ലൻ റെഡിയാണ്. എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇന്റർവ്യൂവിലും എനിക്ക് വില്ലൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളത്. ആർക്കും ഇഷ്ടമല്ലാത്ത ഇപ്പൊ നവാസ്ക കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു എനിക്ക് വില്ലൻ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. കാരണം ബാക്കി എല്ലാം സപ്പോർട്ടിങ്, എല്ലാത്തിനും ഒരേ ഒരു ഫ്ലേവർ ഉണ്ടാവും. വില്ലൻ ചെയ്യുമ്പോൾ മാത്രം കുറച്ചൊരു ഡാർക്ക് ആയിരിക്കും ആൾക്കാർ. അപ്പൊ ഷറഫ് പറഞ്ഞു, ഷറഫിനെ ആ സിനിമ കണ്ടിട്ട് ഒരു പനമ്പള്ളി നേറിൽ ഒരു ആന്റി ഓടിച്ചിട്ട് അടിച്ചു, പുറത്തടിച്ചു നീ. അപ്പൊ ഷറഫ് പറഞ്ഞു സിനിമയിലല്ലേ, സിനിമയിലാണോടാ ഇങ്ങനത്തെ വൃത്തികേട് ചെയ്യുന്നതെന്ന്. അതെ, ഇപ്പൊ ചേച്ചിയോട് ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാവരും പറയും കോമഡി ചെയ്യാനാണ് ഭയങ്കര പാടെന്ന്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കഥാപാത്രങ്ങളിലൊക്കെ തന്നെ കോമഡി ഉണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? ചേച്ചി വില്ലത്തിയും ആയിട്ടുണ്ട്, സിനിമയുടെ പേരിൽ അറിയാലോ, വില്ലത്തി ആയിട്ടുണ്ട്, കോമഡി ഉണ്ട്. നമ്മുടെ മലയാള സിനിമയുടെ അടുത്തിടെ ആസ്ഥാന ഡോക്ടറാണ്. പറ ചേച്ചി, കോമഡി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അതായത് നമ്മള് ഡയറക്ടറായിട്ടുള്ള ഒരു സിങ്കാണ്, എല്ലാം ചെയ്യാൻ നോക്കും. പക്ഷെ ആ സിങ്ക് കറക്റ്റ് ആയാലും എല്ലാം ചെയ്യാൻ പറ്റും. സ്ക്രിപ്റ്റുമായിട്ട് എത്രത്തോളം സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ പ്രോസസ് ചെയ്യാൻ പറയുകയാണ്. എത്ര അധികം ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്നു അത്രത്തോളം ഞാൻ ആ ക്യാരക്ടർ ചെയ്യുന്നു. സ്ക്രിപ്റ്റ് വായിക്കാതെ കോമഡി ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ക്യാരക്ടറും ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ അത് ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരു മൂഡിൽ ഇങ്ങനെ എന്തോന്നോ ഒരു റോബോ പോലെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ഞാനും സ്ക്രിപ്റ്റുമായിട്ടുള്ള ബന്ധമാണ് എൻ്റെ അഭിനയം. അപ്പം മാസ്റ്റർ പീസ് അഭിനയിക്കുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കോമഡി എങ്കിൽ, അല്ലെങ്കിൽ ഭീഷ്മോർവം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ സ്ക്രിപ്റ്റ് എന്നോട് സീൻ നമ്പർ പറഞ്ഞാൽ ഞാൻ ആ ഡണ്ണാണ്. എന്നോട് 48B എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ എന്ത് സീനാണെന്ന്. അതുപോലെ ഭീഷ്മോർവൊക്കെ ആണെങ്കിൽ ഇന്ന സീനാണെന്ന് മാത്രമേ പറയുള്ളൂ, കാരണം അത്രയ്ക്ക് ഞാൻ ആ സീനിൽ ഇന്നായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇനി ഒരുപാട് ചോദ്യങ്ങൾ 3 പേരോടും ചോദിക്കാനുണ്ട്. എന്നാലും അർജുനെ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഇത്രയും നല്ല സിനിമകൾ, ഇപ്പൊ പറഞ്ഞ പോലെ ഉർവശി ചേച്ചിയൊക്കെ പോലെ അല്ലേ ചേച്ചി, നമ്മൾ എല്ലാവരും എന്താ മഹാനടി എന്നൊക്കെ പറയുന്ന ചേച്ചി വരെ നിങ്ങളെ ശ്രദ്ധിക്കുകയാണ് അർജുൻ. അത് ഈ ഇന്റർവ്യൂല് തന്നെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഒരുപാട് സന്തോഷം. അർജുൻ എന്താണ് അൻപോട് കൺമണി കാണാൻ വരുന്ന ഞങ്ങളെ പോലുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത് ഭയങ്കര, ഇതിന്റെ ടൈറ്റിൽ പോലെ തന്നെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. വന്ന് പല ഇമോഷൻസും കടന്നു പോകുന്ന ഒരു പടമാണ്. ഒരു കപ്പിൾസിന് ഏതെങ്കിലും പോയിന്റിൽ ഈ പടമായിട്ട് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും. കാരണം പല സീൻ സീക്വൻസിലും എനിക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് വന്ന് ഹാപ്പി ആയിട്ട് കണ്ട് കുറച്ചൊന്ന് മനസ്സ് നിറഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്യൂട്ട് പടമാണ് ഒരു ഫാമിലി എന്റർടൈനർ. ചേച്ചി അതെ, ഇത് ഒരുപാട് സ്ത്രീകൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, സ്ത്രീകൾക്കും ഈ പറഞ്ഞ പോലെ വിവാഹിതരായി ആ അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഈ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ള പ്രായമായവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങളെ 8 കൊല്ലം 9 കൊല്ലം എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും ആ കപ്പിൾസിനെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അപ്പം ഒരു വൈഡ്, നമ്മൾ പറയാത്ത, യൂഷ്വലി നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടില്ല എന്നാ പറയാത്ത കഥയാണ് അൻപോട് കൺമണി.
ഇപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞു ആദ്യം വേണ്ടാന്ന് വെച്ച സിനിമ വീണ്ടും അനഘ ചെയ്യുകയാണ്. എന്താണ് അൻപോട് കൺമണി അനഘയുടെ പ്രതീക്ഷകൾ? തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും ഒരു പോയിന്റിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടും അറിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റോറിയാണിത്. എന്തായാലും അത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഈ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ നിന്ന് ആൾക്കാർ കാണണം. നല്ലൊരു സിമ്പിൾ മൂവിയാണിത്. നമുക്ക് ഒരു വലിയ ത്രില്ലറോ കാര്യങ്ങളോ ഒന്നുമല്ല, എല്ലാ ഇമോഷൻസും ഉണ്ട് ഇതിൽ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, തമാശയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞിറങ്ങുമ്പോൾ ആൾക്കാർക്കും അങ്ങനെ ഒരു വെറുതെ കണ്ടൊരു ഫീൽ ഉണ്ടാവില്ല. അവരുടെ മൈൻഡിലും അൻപോട് കൺമണിക്ക് ചെറിയൊരു സ്ഥാനം ഉണ്ടാവും. അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം. അപ്പം അൻപോട് കൺമണിക്ക് എല്ലാവിധ വിജയാശംസകളും. അപ്പോൾ തിയേറ്ററിൽ കാണാം. താങ്ക് യു സോ മച്ച്.